ഹായ് ഹലോ. ഇതേ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നതാണ്. ഓഫീസിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നു. ഞാനങ്ങനെ മൊത്തത്തിലങ്ങനെ വാങ്ങാറില്ല. ചിലപ്പോൾ തീരുമ്പോൾ വാങ്ങാറേ ഉള്ളൂ. കാരണം മൊത്തത്തിൽ വാങ്ങിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരണ്ടേ. അപ്പോൾ തീരുന്ന സാധനങ്ങളിങ്ങനെ വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെ വാങ്ങിയതാണ്. ഇന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിനടുത്തൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നു. അല്ലാതെ വീടിനടുത്തൊരു കടയുണ്ട്. പക്ഷേ അവിടെ ചിലപ്പം ഞാൻ ചോദിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവാറില്ല. എന്നാലും ഞാൻ അവിടെ നിന്ന് ഓടിച്ചെന്ന് വാങ്ങാറ്. അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. വന്നപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കുന്നു. വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ സോപ്പാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും ഞാനിങ്ങനെ കുറേ ഇങ്ങനെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. തീരുമ്പോൾ വാങ്ങും. അങ്ങനെ ഇതൊക്കെ എടുത്ത് വെക്കുന്നതാണ്. പഞ്ചസാരയല്ലല്ലോ, നമ്മുടെ സേമിയ. പക്ഷേ എനിക്ക് ഇന്ന് വാങ്ങിയതിൽ മാറിപ്പോയി. സേമിയ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ സേമിയ ഞാൻ വാങ്ങിയത് ഗോതമ്പ് സേമിയ ആയിപ്പോയി. കാരണം ഗോതമ്പ് സേമിയയും റാഗിയുടെ സേമിയ ഉണ്ടല്ലോ, അതായിപ്പോയി. അവനാണെങ്കിൽ അത് ഇഷ്ടമില്ല. അവന് മറ്റേ സാധാ സേമിയയാണ് ഇഷ്ടം. ഞാനത് നോക്കിയില്ല, സേമിയ എന്ന് കണ്ടപ്പോൾ അങ്ങ് എടുത്തു. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തട്ടി വെക്കുകയാണ്. പിന്നെയും വയറ് ചാടുന്ന പോലെയും വണ്ണം വെക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം ഞാൻ അത് തന്നെ നാരങ്ങ നീര് കുടിക്കുന്നത് നിർത്തി. പിന്നെ എനിക്കൊരു വണ്ണം കൂടി എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ അത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ വന്നിട്ട് അങ്ങനെ എല്ലാം കൂടി എടുത്ത് വെക്കുകയാണ്. എല്ലാം തട്ടിപ്പറക്കി വെച്ചിട്ട് വേണം ഇപ്പം ഇതൊക്കെ ഇനി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഇനി കുറേ പണികളുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നൈറ്റിന് ഫുഡ് ഉണ്ടാക്കണം മോന് കഴിക്കാനായിട്ട്. അതുണ്ടാക്കിയിട്ട് അവനെ പഠിപ്പിക്കണം. കരിപ്പെട്ടി വാങ്ങും. ഇതിവിടെ അങ്ങനെ കരിപ്പെട്ടി വാങ്ങാൻ കിട്ടും. അങ്ങനെ ആ കരിപ്പെട്ടി വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അവൽ നനയിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അവലും ഞാൻ ശർക്കര ഇടാറില്ല, കരിപ്പെട്ടി ഇടാറുണ്ട്. അപ്പോൾ കരിപ്പെട്ടി ഇടുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിലും എനിക്ക് കരിപ്പെട്ടി ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഞാനിങ്ങനെ കഴിക്കും കരിപ്പെട്ടി. അപ്പോൾ അവലും നനയ്ക്കാൻ ഈ കരിപ്പെട്ടിയും അതുണ്ടോ ഇടയ്ക്ക് വായി ഇടുന്നുണ്ട്. കരിപ്പെട്ടിയും അവലും തേങ്ങയും കൂടി ഇട്ട് കറി കഴിക്കുന്നത് നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ അമ്മ ചക്ക പലഹാരം കൊണ്ടുവന്നു. ചക്ക അപ്പം എന്ന് നമ്മളിവിടെ പറയും. ചക്ക അപ്പം കൊണ്ടുവന്നു. ചക്കയും അരിയും ഒക്കെ അരച്ചിട്ട് അപ്പോൾ അതെടുത്ത് കഴിക്കുന്നതാണ്. എന്നോട് അമ്മ പറഞ്ഞിട്ട് പോയി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല, നെഞ്ചെരി. എനിക്ക് ഈ ചക്ക പലഹാരം കഴിക്കുമ്പോൾ എന്താണ് നെഞ്ചെരിയും. ചക്ക പലഹാരം, റവ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തോ ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വന്ന് കടും ചായയും വെച്ച് അത് കഴിക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ്റെ കളി കണ്ടിരുന്നു. കുറേ നേരം അവിടെ പോയിരുന്നു. അവൻ ഈ കാർഡ്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിടുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ പോയി വീഴും. അപ്പോൾ എന്നോട് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ചോദിച്ചു. ഞാൻ ഫോൺ കൊടുത്തു. അവനെടുത്ത വീഡിയോയാണത്. അങ്ങനെ അവൻ കളിക്കുമെന്ന് കണ്ടു. അതിന് പഠിക്കാനുണ്ടെന്നെ. അങ്ങനെ പോയി. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഷൂ പോളിഷാണ് അവൻ്റെ ഷൂ പോളിഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ രാവിലെ എനിക്ക് സമയം ഉണ്ടാവില്ല. രാവിലെ ഞാൻ അടിയുണ്ടാക്കും അവൻ്റെ അടുത്ത്. അവനോട് പറഞ്ഞ എനിക്ക് ഈ സമയമില്ലാത്ത സമയത്ത് എന്തിനാ എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, നിനക്ക് വൈകുന്നേരം വന്ന് ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ തന്നെ ഇവിടെ അടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പോളിഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുളിക്കുന്നതിന് മുമ്പ് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുളിക്കാൻ കയറിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഷൂ പോളിഷ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഷൂ പ്രശ്നമില്ല, നല്ല പോളിഷ് ചെയ്ത് റെഡിയാക്കാം. പക്ഷേ വൈറ്റ് ഷൂ എത്ര പോളിഷ് ചെയ്താലും ഓക്കെ ആകത്തില്ല. കഴുകിയാലും അതിലുള്ള അഴുക്ക് പോകത്തില്ല. അതൊരു ഭയങ്കര കഷ്ടം പിടിച്ച പണിയാണ് വൈറ്റ് ഷൂ പോളിഷ് ചെയ്യുന്നത്. ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വൈറ്റ് ഷൂ ആണ്. അപ്പോൾ അതിന് വേണ്ടി അതുണ്ടാകും. ഞാൻ വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ് വൈറ്റ് ഷൂ. അങ്ങനെ ഷൂവും പോളിഷ് ചെയ്തെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ എന്ത് ചെയ്തു, തൂത്ത് കൊടുത്താൽ അവൻ വീട് തുടയ്ക്കും. തുടച്ച് തരും. ഞാൻ മൊത്തം തൂത്ത് വൃത്തിയാക്കി പൊടിയൊക്കെ വൃത്തിയാക്കി കൊടുക്കും. അപ്പോഴത്തേക്കും അവൻ അത് തൂത്ത് തരും. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു മാതളങ്ങ അവിടെ കിടന്നു, മാതളങ്ങ. അപ്പം ഞാനതെടുത്ത് ജ്യൂസ് അടിച്ചു. പക്ഷേ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. ഞാൻ ചുമ്മാ കഴിക്കാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും അതൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അകത്ത് ഈ വെള്ള കളറിലിരിക്കുന്ന പോംഗ്രാനൈറ്റ് ഇല്ലേ, അത്. അപ്പോൾ എനിക്കത് തീരെ ഒരു ഇതില്ലായിരുന്നു. അത് ഞാൻ ചുമ്മാ അടിച്ചു നോക്കി, കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് അടിച്ചു നോക്കിയതാണ്. പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ അങ്ങനെ തന്നെ കൊണ്ട് കളഞ്ഞു.
ചുമ്മാ അത് ജ്യൂസ് അടിക്കാതെ കുടിക്കാനും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ ഇവിടെ ഉള്ള ദിവസമാണ് ഇത്, 2 ദിവസത്തെ വ്ളോഗാണ്. എനിക്ക് മൊത്തം എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേസരി ഉണ്ടാക്കാം എന്നും പറഞ്ഞ് നെയ്യ് അതൊരുപാട് കട്ട പിടിച്ചു. അപ്പം നെയ്യ് ഇങ്ങനെ ഇട്ടിട്ട് കേസരി ഉണ്ടാക്കാൻ നോക്കുന്നു. അതിന് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ആദ്യം വറുത്ത് കോരിയിട്ട്, പക്ഷേ ശരിയായി കൊള്ളാം കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുറഞ്ഞു പോയി ലാസ്റ്റ്. ഒരുപാട് ഹാർഡായ പോലെ എനിക്ക് തോന്നി. ആ നെയ്യിൽ തന്നെ നമ്മൾ റവ വറുത്തെടുക്കുന്നുണ്ട്. റവ നമ്മൾ ഈ ശരവണ ഭവനിൽ നിന്നൊക്കെ വാങ്ങുന്ന കേസരി എന്ത് ടേസ്റ്റാണെന്ന് പറയുക, ഭയങ്കര ടേസ്റ്റാണ്, നല്ല രസമാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസരി. അങ്ങനെ ഒരുപാട് മധുരമൊന്നും കഴിക്കുന്ന ആളല്ല, പക്ഷേ കേസരി ഇഷ്ടമാണ്. കാരണം മധുരം കഴിക്കില്ല എന്നല്ല, ചായക്കൊക്കെ നല്ല മധുരം വേണം, ചായക്കും കട്ടൻ കാപ്പിക്കൊക്കെ. ഇങ്ങനെ ഈ പലഹാരങ്ങളൊന്നും അധികം മധുരം അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പം കേസരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം കാരക്കുടി പോയപ്പോൾ നമ്മുടെ ശരവണ ഭവനിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് കേസരി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ തന്നെ. അതുപോലെ ഒന്നും വന്നില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ ചുമ്മാ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിങ്ങനെ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന്. അത് ഞാൻ നേരത്തെ കാണിച്ചത് തലേ ദിവസത്തെ, ഇത് പിറ്റേ ദിവസത്തെ. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം അമ്മ ഇവിടെ നിൽപ്പുണ്ട്. കാരണം മോന് നാളെ സ്കൂളില്ല. അപ്പോൾ അമ്മ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് കേസരി ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കുറഞ്ഞു പോയി. എന്നാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാൻ കളർ പൊടി ഇല്ലാത്തതുകൊണ്ട് മഞ്ഞപ്പൊടിയായിട്ട്, നമ്മുടെ ഈ മറ്റേ കളറുണ്ടല്ലോ അതിൻ്റെ, അത് ഇല്ല. അപ്പം ജസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ടാലും മതി കേട്ടോ, നല്ല കളറ് കിട്ടും, മഞ്ഞ കളറിൽ കിട്ടും. അപ്പം കളർ കുറഞ്ഞു പോയെന്നും പറഞ്ഞ് അമ്മ ചാടി തുള്ളി പോകുന്നുണ്ട്. കളർ കുറഞ്ഞു പോയി, കുറച്ചുകൂടി മഞ്ഞപ്പൊടി ഇടും. ഞാൻ പറഞ്ഞു മതി, ഉള്ളത് മതി എന്നും പറഞ്ഞു. പക്ഷേ ശരിയായിരുന്നു, കളർ ഇത്തിരി കുറഞ്ഞു പോയി. പിന്നെ ടേസ്റ്റും കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയി, കുറച്ചുകൂടി വെള്ളം ഒഴിക്കണമായിരുന്നു. ലാസ്റ്റ് പഞ്ചസാര ഇടാറുള്ളത് ഞാൻ. ഇങ്ങനെ മൊത്തം നമ്മൾ വാങ്ങാറാകുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട് വാങ്ങുവാണെങ്കിൽ പ്രശ്നമല്ല. ആദ്യമേ പഞ്ചസാര ഇടാറില്ല ഞാൻ. ചിലർ ആദ്യമേ പഞ്ചസാര ഇടാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നെയ്യും കുറച്ച് കുറഞ്ഞു പോയി. അതാ നെയ്യ് നല്ല, കേസരിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നെയ്യ് വേണം. ഇതിത്തിരി നെയ്യും കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഒരുപാട് വേണ്ട, രാത്രിയല്ലേ ഇനിയിപ്പോൾ കഴിക്കുമ്പം തികട്ടിയെങ്ങാനും വന്നാലും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നെയ്യേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ കേസരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതും ഓഫീസിൽ പോയിട്ട് വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ, നല്ല ക്ഷീണമാണ്. കാരണം എത്രയായാലും നമ്മളിപ്പോൾ എന്തായാലും ഒരു ഇപ്പോൾ 5 മിനിറ്റാണ് ട്രാവലിംഗ് ആണെങ്കിൽ പോലും നമുക്കൊരു ജോലി സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് പിന്നെയും വീട്ടിലെ ജോലിയും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ വർക്കിംഗ് വുമൺ എന്നൊക്കെ പറയുമ്പോൾ അവർ അത്രയും ഒരു വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു കുറച്ച് നേരം റെസ്റ്റെങ്കിലും എടുക്കാം. ഇത് അതുപോലും ഇല്ല. രാവിലെ എണീറ്റാലും പണിയാണ്, പിന്നെ ഓഫീസിൽ പോയിരുന്ന പണിയാണ്, പിന്നെ തിരിച്ച് വന്നിട്ട് വീട്ടിൽ പിന്നെയും നൈറ്റ് റൊട്ടീൻസ് നോക്കണം. അങ്ങനെ കുറേ തിരക്കോട് തിരക്കല്ലേ. റെസ്റ്റ് എടുക്കാൻ ആകെപ്പാടെ ഒരു സൺഡേ കിട്ടും. ഇപ്പോൾ സൺഡേ എന്താ പറയുക, എന്തെങ്കിലും പരിപാടികൾ കാണും, എന്തെങ്കിലും പ്രോഗ്രാം, ഒന്നി പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ സാധനം മേടിക്കാനോ, അല്ലെങ്കിൽ മോനെ കൊണ്ട് എന്തെങ്കിലും പുറത്ത് പോകാനോ, അല്ലെങ്കിൽ അമ്പലങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു പണി സൺഡേ ഉണ്ടാവും. സൺഡേയും റെസ്റ്റില്ല. ആകെപ്പാടെ പിന്നെ സൺഡേ ഉള്ളതിനേക്കാളും തിരക്ക് കുറവ് വർക്കിംഗ് ഡേയ്സിലാണെന്ന് വേണമെങ്കിൽ പറയാം. സൺഡേ ആകുമ്പോൾ ഒരു സൺഡേ അല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വാരി വലിച്ച് നമുക്ക് കിട്ടുന്ന പണി മൊത്തം ചെയ്യാൻ നോക്കും. അങ്ങനെയാണ്. ഓക്കെ.